നേരത്തെ ചേച്ചി പറഞ്ഞു സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് രാജു പോകുമ്പം പിന്നെ ഇന്ദ്രൻ മാറിക്കൊടുക്കും. രാജുവിന് എന്നും 2 വീലേഴ്സിനോടൊരു വല്ലാത്ത ഇഷ്ടമാണ്. അത് ഇന്ദ്രനാ കൂടുതലും, രാജുവിനും ഉണ്ട്. പോർട്ടഡ് ബൈക്ക്, അതിനൊരു യാത്ര, കുറച്ച് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രാവൽ. പിന്നെ എപ്പോഴോ വാശി പിടിച്ചപ്പോൾ അമ്മ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു രാജുവാണോ ഇന്ദ്രനാണോ നേരത്തെ എൻ്റെ ഒരു ഇന്റർവ്യൂ 12th പഠിക്കുമ്പോൾ. അപ്പം ഇത്തരം കാര്യങ്ങൾ കൂടെ എൻ്റെ മോനൊരാഗ്രഹം പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഞാനിത് നിറവേറ്റണം. തീർച്ചയായിട്ടും ചേച്ചി ഇങ്ങനെ അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനോടൊപ്പം നമുക്ക് അവിടെ ഒരു സെൽഫ് എഡ്യൂക്കേഷൻ. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ, എനിക്കിപ്പോൾ ഒരു കുറച്ച് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തരാൻ എൻ്റെ ദൈവമേ, നന്ദികേട് പറയത് എൻ്റെ സഹോദരനുണ്ട് അമേരിക്കയിൽ, എൻ്റെ 2 ചേച്ചിമാരുണ്ട് ബോംബെയിലും തിരുവനന്തപുരത്തും ഉണ്ട്. ബിസിനസ് അംബാനിയാണ് പറയുന്നത്. ഭഗവാനേ ഈശ്വര ദൈവമേ, അങ്ങനല്ല. അപ്പോൾ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഒരു പൈസ തന്ന് സഹായിക്കാൻ എല്ലാവരും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തിനാണിപ്പോൾ പഠിപ്പിക്കാനായിട്ട് ഗവൺമെൻറ് ലോൺ തരും, അത് തരും, ഇത് തരും, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചോദിക്കാം. ഇപ്പോൾ നമുക്ക് അതിനുള്ള ഇപ്പം തന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എൻ്റെ ചേച്ചി ഈ ദോഹയിൽ എന്തൊക്കെ നിയമങ്ങളുടെ നൂലാമാലയാ ചേച്ചി, എങ്ങനെ ഇതൊക്കെ ചെയ്തു? എൻ്റെ മക്കൾ അല്ല സത്യം. ഇപ്പം എൻ്റെ മക്കളോട് പറഞ്ഞു, ഇപ്പോൾ ഈ കഴിഞ്ഞ 12th ഞങ്ങളുടെ പുതിയ 5 ബ്രാഞ്ചിൻ്റെ ഒന്നിച്ച് ഉദ്ഘാടനമായിരുന്നു ദോഹയിൽ. അപ്പോൾ ഞങ്ങൾക്ക് 7 എണ്ണമായി. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് എങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറയും. എന്ന് പറയുന്ന പോലെ നമുക്കൊരു ലക്ഷ്യം വേണം. കാരണം നമ്മളിവിടെ വന്നു, നാളെ എന്നെക്കൊണ്ട് ഇത് 7 എണ്ണം നടത്താനൊന്നും പറ്റിയെന്നിരിക്കത്തില്ല. ഞാൻ വയസ്സായി വരിക, ഇനിയിപ്പോൾ മക്കൾ ഇതേറ്റ് നടത്തിയില്ലെങ്കിൽ. അപ്പം ഞാൻ ആദ്യം, പക്ഷേ എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് എൻ്റെ പേഴ്സണൽ സ്പോൺസർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു ഷേക്കാണ്, എല്ലാവർക്കും പേര് കേട്ടാൽ അറിയാം, ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം അൽ താനി എന്ന് പറഞ്ഞാൽ സിറ്റിസണിൻ്റെ കുടുംബം. അദ്ദേഹത്തിൻ്റെയാണ് ഖത്തറിലെ ഏറ്റവും നല്ല മ്യൂസിയം, ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഷഹാനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ സ്പോൺസർ ഇപ്പം CIDയുടെ ഒരു ഹെഡാണ് ഷെയ്ഖ് അഹമ്മദ് ബിൻ ഫലേ നാസർ എന്ന് പറഞ്ഞാൽ അൽത്താനി. അദ്ദേഹം ഒരു അൽത്താനി ഫാമിലിയാണ്. അപ്പം അവരുടെ വലിയ സപ്പോർട്ടുണ്ട്, എനിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ ഈ ദോഹയിലൊക്കെ കണ്ട കാര്യങ്ങൾ എന്താ അറിയോ, നമ്മളിപ്പോൾ അവിടെ ചെന്നു, നിയമപരമായി നമ്മൾ എന്ത് ചെയ്യണം അത് കൃത്യമായിട്ട് ചെയ്തു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിപാലിക്കണം, അവിടെ ഒരു ഹോട്ടൽ നടത്താൻ, ഇതൊക്കെ നമ്മൾ ചിട്ടയായിട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ വന്നു സർട്ടിഫിക്കറ്റ് തന്നു. ബലദിയ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ലൈസൻസ് തന്നു, അപ്രൂവ് ചെയ്തു. പിന്നെ നമ്മളത് ആണ്ടോടാണ്ട് അത് കൃത്യമായിട്ട് പാലിച്ചാൽ മതി, തെറ്റിക്കാതിരുന്നാൽ മതി. അല്ലാതെ ഇപ്പോൾ ഇവിടുത്തെ പോലെ ഞാൻ പരസ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടൊരു ചാനലിൽ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് എൻ്റെ മകൻ പൃഥ്വിരാജിൻ്റെ ഭൂമിയാണ്. 2 വർഷക്കാലം എൻ്റെ മകൻ അവിടെ ഫൗണ്ടേഷൻ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. 2 വർഷക്കാലം എൻ്റെ മകൻ അവിടെ വീട് വയ്ക്കാനായിട്ട് പെർമിഷൻ 2 സർക്കാരിൻ്റെ കാലത്ത് മാറി മാറി നടന്നു. മുൻപിലത്തെ LDFും ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അടുത്തും. അന്ന് പറഞ്ഞെന്താ അറിയോ, ഇവിടെ കിട്ടത്തില്ല. ഞാനിവിടെ താമസിക്കുകയാണ്, കോർപ്പറേഷൻ്റെ പെർമിറ്റ് കിട്ടി വീട് വെച്ച് ഞാനിവിടെ താമസിക്കുന്നത്, ഇതിൻ്റെ ബാക്കി ഭൂമിയാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഗ്രീൻ ബെൽറ്റ് ഇവിടെ കൊടുക്കുന്നില്ല. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ പുരയുടെ ഒഴിച്ച്, ഈ 35 സെൻറ്റ് പുരയുടെ ഒഴിച്ച് ബാക്കി ചുറ്റും 12 വീടായി. അപ്പോൾ പൃഥ്വിരാജിൻ്റെ 30 സെൻറ്റാണ് ഇപ്പോൾ ഗ്രീൻ ബെൽറ്റ്. ഇതിനെന്താണ് നിങ്ങൾ പറയുന്ന ഉത്തരം? ഞാൻ കേട്ടതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, കോർപ്പറേഷനിൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇതൊന്നും ചെയ്യാൻ ഞാൻ പോയില്ല. ഞാൻ നേരായ മാർഗത്തിലൂടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചെന്ന് കണ്ട് പരാതി കൊടുത്ത് അദ്ദേഹം അത് അങ്ങോട്ടയച്ചെന്ന് പറയുന്നതല്ലാതെ എൻ്റെ സ്വന്തം അനുഭവം ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. പൃഥ്വിരാജ് എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ് 2 പ്രാവശ്യം സംസ്ഥാന അവാർഡ് കൊടുത്ത് അംഗീകരിച്ച ഒരു നടന് ഇന്നും വീട് വയ്ക്കാൻ പെർമിഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വെച്ചു, മുൻപിൽ വെച്ചു, പുറകിൽ വെച്ചു, സൈഡിൽ വെച്ചു, നടുക്ക് മാത്രം ഗ്രീൻ ബെൽറ്റായിട്ട് കിടപ്പുണ്ട് ഇപ്പോഴും. എന്താ കാരണം? ഞാൻ ആരോടെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ലല്ലോ. വേണ്ട, അവിടെ കിടന്നോട്ടെ, ഭൂമിയല്ലേ, ആരും ഓടിച്ചോണ്ട് പോകത്തില്ലല്ലോ. ഒറ്റ സങ്കടമേ ഉള്ളൂ, ഫൗണ്ടേഷൻ കെട്ടിയിട്ടു എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കട്ടയും കമ്പിയൊക്കെ വന്നപ്പോൾ എന്നാൽ ശരി, അതൊരു കോമ്പൗണ്ട് വാളൊക്കെ ഇട്ടിട്ട് അവിടെ ഇട്ടേരെ, ബാക്കി അപ്പോഴത്തെ പേപ്പറെല്ലാം കൊടുത്തു. പിന്നെ അതിൻ്റെ ബാക്കി 35 ഇതിന് കിട്ടിയെങ്കിൽ സർവേ നമ്പർ എല്ലാം ഒന്നാ, സർവേ നമ്പറും. ഇതിനെന്ത് ഉത്തരവുണ്ട് നിങ്ങൾക്ക് പറയാൻ? ഇത് ഞാനിപ്പോൾ പരസ്യമായിട്ട് ഇപ്പോൾ പറയുന്നു. ഇതിനു മുമ്പ് ഞാൻ പത്രത്തിൽ എഴുതിയതെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു കത്ത് കൊണ്ടുപോകാൻ പറഞ്ഞ് പിന്നെ എനിക്ക് വല്ല വിളിയോ അറിയിപ്പോ ഒക്കെ വന്നേനെ. പക്ഷെ അതല്ലല്ലോ, എൻ്റെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയാണ് അല്ലേ, ഒരു അതെ, എൻ്റെ മക്കൾക്ക് സമയമില്ല, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ജോലിക്കാരും ഡ്രൈവറും ഒക്കെ ആയിട്ട് കഴിയുന്നു. അപ്പോൾ ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണ്, ഇതൊന്നുമില്ലാത്തൊരു സാധാരണക്കാരിയായ സ്ത്രീയാണെങ്കിൽ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പാർട്ടി മാത്രം നോക്കിയൊന്നും വോട്ട് കൊടുക്കാൻ ഇപ്പം ഞാൻ തീരുമാനിച്ചിട്ടില്ല.
സത്യസന്ധമായിട്ട് ഭരിക്കുന്ന ഒരു മുന്നണി വരട്ടെ. അല്ലെങ്കിൽ പോട്ടെ, ഞാനൊരു തെറ്റാണ് ചെയ്യുന്നെങ്കിൽ അവർ തരണ്ട. ഇതെങ്ങനെ കിട്ടി അതിൻ്റെ മുമ്പിലും സൈഡിലും പുറകിലും എല്ലാം. അപ്പോൾ അവരോട് ചോദിച്ചാൽ പറഞ്ഞ ഉത്തരം എനിക്കിപ്പോൾ പറയാൻ വയ്യ ചാനലിലൂടെ. ചേച്ചി ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ കിട്ടത്തൊന്നുമില്ല ചേച്ചി, അതിനൊക്കെ വേറെ വഴിയുണ്ട് എന്നാണ് പറഞ്ഞത്. ചേച്ചി ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. യു ആർ ബ്ലെസ്ഡ് വിത്ത് ബ്യൂട്ടിഫുൾ ആൻഡ് വെരി കേപ്പബിൾ 2 ഡോട്ടേഴ്സിൻലോ. ഇങ്ങനെ മരുമക്കൾ എത്രത്തോളം കുക്കിങ്ങിലും ഫാമിലി കാര്യങ്ങളിലും എപ്പോഴും ഒരു അമ്മ എന്ന് പറയുമ്പോൾ അവർ പ്രൊഫഷണലാണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ പ്രൊഫഷണലാണക്കം വീടും ഒരു ഭംഗിയായിട്ട് മാനേജ് ചെയ്യുമെന്ന് പറയുമ്പോഴാണ് ഒരു അമ്മ സന്തോഷിക്കുന്നത്. ചേച്ചി എങ്ങനെ ഷെയർ ചെയ്യുന്നു ആ ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും. ആദ്യം എന്നോട് ഇതേപോലെ തന്നെ 2 മരുമക്കൾ, ആദ്യം പൂർണിമ പിന്നെ സുപ്രിയ. അപ്പോൾ എല്ലാവരും ചോദിക്കാണ്ട് എങ്ങനെയാ ചേച്ചി മരുമക്കൾ, ചേച്ചി ഇങ്ങനെ നല്ലതായിട്ട് സംസാരിക്കുമല്ലോ, അവരൊക്കെ സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചവരുമുണ്ട്. അവരൊക്കെ നല്ല ഭംഗിയായിട്ട് സംസാരിക്കും. പക്ഷേ ഞാൻ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, മോളെ അമ്മയുടെ കാലമല്ല ഇപ്പോഴും, സംസാരമൊക്കെ ശ്രദ്ധിച്ച് മതി. കാരണം അമ്മയുടെ പ്രായം ഇത്രയൊക്കെ ആയി, ഷഷ്ടിപൂർത്തിയും കഴിഞ്ഞ് 1 കൊല്ലവും കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നമ്മൾ നമ്മുടെ ഒരു ജീവിതം തുടങ്ങുമ്പം നല്ല കുട്ടികളാണ്. കാരണം എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം 2 പേരും ഇന്ദ്രൻ്റെ സ്വഭാവത്തിന് ചേർന്ന ആളാണ് പൂർണിമ. രാജുവിൻ്റെ എടുത്തുചാട്ടവും ഇച്ചിരി മുൻകോപവും ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അത് സുപ്രിയ മിടുമിടുക്കിയായിട്ട് അത് കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട്. കാരണം അത് പുറത്ത് കാണുന്ന പലർക്കും അറിയില്ല. സുപ്രിയയെ എല്ലാവരും ഈ മോള് ജനിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ ഡൽഹിയിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് രാവിലെ തുളസിക്കതിരും ചൂടി അമ്പലത്തിൽ പോയി ഭഗവാനെ എന്ന് വിളിച്ചു വന്ന ആ ഒരു പാരമ്പര്യമല്ല. മോള് കൂടുതലും പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ. പൂർണിമയും ഈ പറഞ്ഞതുപോലെ തന്നെ പല ആക്ടിവിറ്റീസിലുമൊക്കെ പങ്കെടുത്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 പേർക്കും അവർക്ക് കിട്ടിയിരിക്കുന്ന ഭർത്താക്കന്മാരുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഒരു പരസഹായം വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. രാജുവിന് സുഖോട്ടൻ്റെ തൊട്ട് ഇച്ചിരി മുൻകോപമുണ്ട്, ദേഷ്യമുണ്ട്. അത് പുറത്ത് നിൽക്കുന്നവരൊന്നും അതറിയുന്നില്ല. എല്ലാവരുടെ വിചാരം രാജുവിനെ ഇങ്ങനെ ചുരുട്ടി കൈ വയ്ക്കാവുന്ന. എൻ്റെ ഭഗവാനെ എനിക്ക് പറ്റുന്നില്ല, ഈ 62 വയസ്സായ എനിക്ക്, എന്നിട്ടല്ലേ ഇനിയിപ്പോൾ സുപ്രിയയ്ക്ക്. അപ്പോൾ അത് വളരെ തന്മയത്വത്തോടുകൂടി ക്ഷമയോടുകൂടി അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ, ഇന്ദ്രനും ദേഷ്യം നല്ലതുപോലെ ഉണ്ട്, പക്ഷേ ഇന്ദ്രൻ കുറേ കൂടെ പെട്ടെന്ന് ഒതുങ്ങും. രാജു ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും പഴയ മൂഡിൽ വരാനായിട്ട്.